ഒട്ടും വെള്ളമയം ചേർക്കാതെയാണ് പൊടി നനച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പൊട്ട് റെസിപ്പിയാണ്. എത്ര സമയം വേണേലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരേ ഒരു ചേരുവ ചേർത്താൽ മതിയേ. അതുപോലെ ചേരുവയൊന്നും വഴറ്റാതെ തന്നെ ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പാൽപ്പൊട്ടിൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. കൂടെ കഴിക്കാൻ കറിയുടെ ഒന്നും പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ല. നിർബന്ധമുള്ളവർക്ക് ഇതുപോലെ വെജിറ്റബിൾ കുറുമയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ കുറുമയുടെ റെസിപ്പി തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 ബ്ലേഡുള്ള മിക്സിയുടെ വലിയ ജാർ നോക്കിയെടുക്കണം. പുട്ടിന് പാകത്തിന് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1.5 കപ്പാണ് ചേർക്കുന്നത്. ഇതൊരു 3 കുറ്റിപ്പുട്ടിനുള്ളതുണ്ട്. ഇനി പാകത്തിന് ഉപ്പൂടെ ചേർക്കുക. 1 കപ്പ് പൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ കറിയൊക്കെ ഇളക്കുന്ന ഈ ഒരു തവിക്ക് ലെവലിലെടുത്താൽ 4 തവി പൊടിയാണ്. ആദ്യമേ തന്നെ ഈ പൊടി ചേർക്കേണ്ടത് ചോറാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പ് ചോറാണ് ഈ ഒരു അളവിന് ചേർക്കേണ്ടത്. കൂടുതൽ ചേർക്കരുത്. ഇത് തലേദിവസത്തെ ചോറാണ്. ഫ്രിഡ്ജിൽ വെച്ച ചോറായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ പൊടിക്കകത്തിട്ട് അരച്ചെടുക്കണേ. അതായത് വെളിയിൽ കുറേ നേരം വെക്കരുത്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ. അത് കാരണം ഞാൻ പുറകെ പറഞ്ഞു വരുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും ഇട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. ഒരു 10 സെക്കൻഡ് നേരത്തെ അരച്ചാൽ മതിയേ. ചോറ് നന്നായിട്ട് അരഞ്ഞ് അതുമായിട്ട് നല്ലവണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റായിട്ടൊരു നനവും വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു 3/4 കപ്പ് ക്യാരറ്റാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർക്കേണ്ടത്. വഴറ്റേണ്ട ആവശ്യമേ ഇല്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഡയറക്റ്റ് ചേർത്താലുമേ. അളവ് ഇതുപോലെ തന്നെ എടുക്കണമെന്ന് മാത്രം. ഇതൊരു 5 സെക്കൻഡ് നേരത്തെ അരച്ചാൽ മാത്രം മതിയേ. ഇനി പുറകെ അരയുമ്പോൾ ക്യാരറ്റും കൂടെ ബാക്കി അരഞ്ഞോളും. കുറച്ചുകൂടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളറിലോട്ട് പൊടി മാറിയിട്ടുണ്ട്. നനവും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതാണ് ചേർക്കുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നനവ് മനസ്സിലാക്കാൻ പറ്റും. നല്ലവണ്ണം ഒന്നിച്ചിട്ട് അരച്ചാൽ എല്ലാം കൂടെ കട്ട കെട്ടിപ്പോവും. അതും അരച്ച് മാറ്റിയിട്ടുണ്ട്. അതൊരു 5 സെക്കൻഡ് മാത്രം ചെയ്താൽ മതിയേ. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടുക. ലൈറ്റായിട്ടൊന്ന് പൊടിഞ്ഞാൽ മാത്രം മതി. പൊടിക്ക് കുറേശ്ശെയായിട്ട് നനവായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 4 സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരു 5 രൂപയുടെ 4 കവറാണ് പൊട്ടിച്ചിട്ടിട്ടുള്ളത്. ഇതൊരു കറക്റ്റായിരിക്കും ഈ ഒരു അളവിന്. അതോടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് മിക്സായാൽ മാത്രം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയേ. ഇവിടെ പാൽപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിലും ശകലം മധുരം ചേർക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്തിരിക്കണേ. നല്ല ടേസ്റ്റാണ് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴേ. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുവാണ്. അതുകൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് കളർ ഇപ്പോൾ ഒരു ഓറഞ്ച് കളറിലോട്ട് വന്നിട്ടുണ്ട് പൊടിയെ. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് 1 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതുകൂടെ ചേർത്ത് ജസ്റ്റ് മിക്സ് ആവുന്ന രീതിയിലൊന്ന് അടിച്ചെടുക്കണം. ചിലപ്പോൾ നന്നായിട്ട് മിക്സ് ആവത്തില്ല, കാരണം പൊടിക്ക് നനവ് കൂടി വന്നിട്ടുണ്ട്. അത് കാരണം ലൈറ്റായിട്ടൊരു കട്ട പോലെ വരും. കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയാൽ മതി. ഇതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും മിക്സ് ആകാനുണ്ടെങ്കിൽ ഇപ്പോൾ കൈവച്ച് നല്ലവണ്ണം ഒന്ന് ഉടച്ച് വിട്ടാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് വിട്ടാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് പുട്ടിൻ്റെ നനവിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് നനവ് ഒന്നുകൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം പൊടിയെടുത്ത് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് ഉണ്ട പോലെ വരികയും ചെയ്യും. പൊടിച്ച് വിട്ടാൽ നല്ലവണ്ണം പൊടി വരികയും ചെയ്യും. ഇതാണ് ഒരു കറക്റ്റ് പരുവേ. ഇനി സാധാരണ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ ആദ്യമേ തേങ്ങാപ്പീരയും പിന്നെ പുട്ടുപൊടിയുമായിട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരളവ് അനുസരിച്ച് ചോറ് അത്രയും തന്നെ എടുക്കുക. ചോറൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം കുറേ നേരം അങ്ങനെ വെളിയിൽ വെച്ചേക്കരുത്. അതിനകത്ത് വെള്ളം ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. അതായത് വെള്ളം ഊറിക്കൊണ്ടേയിരിക്കും. പൊടിക്കകത്തിട്ട് അരയ്ക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് നനവ് കൂടുതലായി പോവുമേ. സ്റ്റീം ഇങ്ങനെ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ വേണം. നല്ലവണ്ണം ആവി വന്നതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട ഇനിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറേ നേരം ഇങ്ങനെ വെളിയിൽ വെച്ചേക്കരുത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക, അന്നേരം തന്നെ പൊടിയിൽ ഇട്ട് പൾസ് ചെയ്തെടുക്കണേ.
എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 1 by 1 ആയിട്ട് മിക്സർ ജാറിലിട്ട് പൾസ് ചെയ്ത് എടുക്കാമെങ്കിൽ കറക്റ്റായിട്ടും പെർഫെക്റ്റായിട്ടും കിട്ടുവേ. അതേപോലെ തന്നെ ഇതിൽ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചോറാണ്. ചോറ് ചേർക്കുമ്പോഴാണ് എത്ര സമയം വേണമെങ്കിലും പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുവേ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു അളവിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.